ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ കുക്കറിൽ വളരെ എളുപ്പത്തിൽ കത്തിരിക്കയും തക്കാളിയും ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. ദോശേൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ച് ഞാനൊരു അത്യാവശ്യം വലിയൊരു വഴുതനങ്ങ എടുത്ത്, വഴുതനങ്ങയെന്ന് കത്തിരിക്കയെന്നൊക്കെ പറയും കേട്ടോ, അത് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളി, അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് കേട്ടോ, അതും ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരുപാട് ചെറുതാക്കണതൊന്നും ഇല്ല, അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. പിന്നെ എൻ്റെ കൈ എപ്പോഴും മുറിയുന്നതുകൊണ്ട് ഞാനൊരു കുറെ ഇട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്, അരിഞ്ഞ് ചേർത്തതാണ്. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനൊരു 1.5 കഷ്ണം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണോളം സാമ്പാർ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി പുളിവെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പുളിവെള്ളം ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു കേട്ടോ, അതാ ചേർക്കാത്തത്. മല്ലിയിലയും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പം വേവാനും പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു 4 വിസിൽ കേൾക്കുന്നവരെ വേവിക്കണം കേട്ടോ. ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പം ഞാനിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റുകയാണ്. അവിടെ നിന്ന് വെന്ത് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ ദാണ്ടെ ഒരു 4 വിസിലൊക്കെ കേട്ട് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണേ. ഇനി നമുക്ക് ഇത് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു പൊട്ടറ്റോ മാഷർ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോഴാണ് നല്ല ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ദാണ്ടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈനലി ഒരു താളിപ്പും കൂടെ ആവാട്ടോ. പിന്നെ ഞാൻ പൊതുവെ എണ്ണ കുറയ്ക്കുന്നത് കൊണ്ട് രാവിലെ എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചത് കൊണ്ട് ഞാനിതിലേക്ക് ഇനി പ്രത്യേകിച്ച് താളിപ്പൊന്നും ചേർക്കുന്നില്ല. താളിപ്പ് ചേർത്തില്ലെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. തമിഴ്നാട്ടുകാർ ഇതിനെ കത്രിക്ക കടയൽ എന്നൊക്കെ പറയും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ദോശേൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഇഡ്ഡലിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ദോശേൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.